ഒരു പ്ലേ ഓഫ് സ്പോട്ടിന് വേണ്ടി 3-4 ടീമുകൾ പോരാടുന്നത് IPL-ൽ സർവ്വസാധാരണമാണ്. എന്നാൽ ഇത്തവണ ചെറിയൊരു മാറ്റം. 4 സ്പോട്ടുകൾ വളരെ നേരത്തെ തന്നെ ടീമുകൾ സ്വന്തമാക്കി. പോരാട്ടം ടോപ്പ് 2-ലേക്ക് എത്താൻ. പ്ലേ ഓഫിലേക്ക് എത്തിയ 4 ടീമുകൾക്കും ക്വാളിഫയർ 1-ന് യോഗ്യത നേടാൻ അവസരമുണ്ട്. ടേബിളിൽ 1-ാം സ്ഥാനത്ത് നിലവിൽ ഗുജറാത്ത് ടൈറ്റൻസ് ആണ്. 14 മാച്ചുകളിൽ 18 പോയിന്റ്. CSKയോട് തോറ്റ് അത് ഉറപ്പിക്കാനുള്ള സുവർണാവസരം അവർ നഷ്ടമാക്കി. PBKS മുംബൈ മത്സരമുള്ളതിനാൽ 1-ാം സ്ഥാനം നിലനിർത്താനാകില്ല. മാത്രമല്ല RCB തങ്ങളുടെ അവസാന മത്സരം തോൽക്കുകയും വേണം. എങ്കിൽ മാത്രമേ GT ആദ്യ 2-ൽ നിലനിൽക്കൂ. ഇന്ന് നടക്കുന്ന PBKS മുംബൈ മത്സര വിജയി ടോപ്പ് 2 ഉറപ്പിക്കും. മുംബൈക്ക് 16-ഉം പഞ്ചാബിന് 17-ഉം പോയിന്റുണ്ട്. മുംബൈ ജയിച്ചാൽ അവർക്ക് 18 പോയിന്റ് ആകും. GTക്കും 18 പോയിന്റ് ആണെങ്കിലും നെറ്റ് റൺ റേറ്റിൽ മുംബൈ വളരെ മുന്നിലാണ്. പഞ്ചാബ് ജയിച്ചാൽ അവരാകും ടോപ്പ് 2-ൽ ഫിനിഷ് ചെയ്യുക. RCBയെ സംബന്ധിച്ച് കാര്യങ്ങൾ കുറച്ചുകൂടി സ്ട്രെയിറ്റ് ഫോർവേഡാണ്. ലക്നൌവിനെ തോൽപ്പിക്കുക, ടോപ്പ് 2-ലേക്ക് എത്തുക. നിലവിലെ ഫോമിൽ അവർക്കത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. 2 ടീമുകളാണ് പോയിന്റ്സ് ടേബിളിനെ ഇത്രയും സങ്കീർണമാക്കാൻ സഹായിച്ചത്, GTയും മുംബൈയും. 2 മാച്ചുകൾ തുടരെ തോറ്റ GT സ്വയം കുഴപ്പത്തിൽ ചെന്ന് ചാടുകയായിരുന്നു. ടൂർണമെന്റിലെ ദുർബലരായ LSGയോടും CSKയോടും അവർ തോറ്റു. പ്ലേ ഓഫിനോട് അടുക്കുമ്പോൾ ടീമിലെ ദൗർബല്യങ്ങൾ തലപൊക്കിയത് അവർക്ക് തലവേദനയായിട്ടുണ്ട്. അവസാന 8-ൽ 7-ലും ജയിച്ച മുംബൈ ഫോട്ടോ ഫിനിഷിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്തു. നിലവിലെ ഫോമിൽ അവർ 1-ാമത് ഫിനിഷ് ചെയ്താലും അത്ഭുതപ്പെടാനില്ല. പഞ്ചാബും RCBയും തങ്ങളുടെ പ്രീവിയസ് മാച്ചസ് തോറ്റതും മുംബൈയുടെ ടോപ്പ് 2 സാധ്യതകൾ ഉയർത്തി. ഫൈനലിൽ കടക്കാൻ 2 ചാൻസുകൾ. അതാണ് ടോപ്പ് 2 ഫിനിഷിങ്ങിനെ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആക്കുന്നത്. അതിൽ തീരുമാനമാകാൻ അവസാന ലീഗ് സ്റ്റേജ് മത്സരം വരെ കാക്കണം. എല്ലാ അപ്ഡേറ്റുകൾക്കും വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.